എപ്പോഴും നമ്മൾ മത്തങ്ങ വെച്ചിട്ട് നാടൻ ഒഴിച്ചുകറികളൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. ഇതുപോലെ മത്തങ്ങ വെച്ച് നല്ലൊരു കിടിലൻ മസാല ഉണ്ടാക്കി നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിയുടെ കൂടിയും അതുപോലെ തന്നെ ചോറിനൊപ്പമൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിൽ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, പക്ഷേ ടേസ്റ്റ് നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ മത്തങ്ങ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ലതാണിത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 350 ഗ്രാം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരുവിധം നല്ല പഴുത്ത മത്തങ്ങയാണ്. അതല്ലെങ്കിൽ അധികം അങ്ങനെ പഴുക്കാത്ത മത്തങ്ങ വെച്ചിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തൊലിയോട് കൂടിയിട്ട് തന്നെ കഷ്ണങ്ങളാക്കാം. ഇതിപ്പോൾ ഞാൻ തൊലി കളഞ്ഞിട്ട് ഇതേപോലെ നീളത്തിൽ അങ്ങനെ കനം കുറച്ചിട്ട് കഷ്ണങ്ങളാക്കി എടുത്തതാണ്. ഇപ്പോൾ ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങനെ കുറച്ച് പഴുത്ത മത്തങ്ങ ആകുമ്പോൾ നല്ല കുറച്ചും കൂടി രുചി കൂടും. ഇപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. 2 പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. 4 അല്ലി മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ സവാള, ചെറുതാണെങ്കിൽ 2 സവാള നീളത്തിൽ അരിഞ്ഞത് എടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 6 ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. ചുവന്നുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. 6 7 ചുവന്നുള്ളി ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ചുവന്നുള്ളി ഇല്ലാതെ സവാള മാത്രം ചേർത്തിട്ടും ഇത് ഉണ്ടാക്കാം. പക്ഷേ ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് അതിന് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഒരു 6 7 ചുവന്നുള്ളി എടുത്താൽ മതി. എന്നിട്ടത് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് തന്നെ ചേർക്കണം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. കുറേ നേരമൊന്നും വഴറ്റണ്ട കേട്ടോ. അപ്പോൾ ഇത്രയും വഴറ്റിയാൽ മതി. ഇതിൽ കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല. ബ്രൗൺ കളറൊന്നും ആക്കണ്ട. കാരണം നമ്മൾ മത്തങ്ങ ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുളക് ചതച്ചത്, ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. ഒരു 2 3 ടീസ്പൂൺ ചേർക്കാം. അത് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ നല്ലത്. ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം. പക്ഷേ ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടിയുടെ അളവൊന്നും കൂടി പോകരുത്. 1 ടീസ്പൂണേ ചേർക്കാവൂ. അതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ ഒരു കളറ് കിട്ടാൻ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും. അപ്പം പൊടികളൊക്കെ ചേർത്തിട്ടൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഇതിലേക്ക് മത്തങ്ങ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പം മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നാലും ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. അധികമൊന്നും ഒഴിക്കേണ്ട. ഒരു ലേശം ഒരു 2 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വയ്ക്കുക കേട്ടോ. ഇതൊരു 3 4 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഒരു 4 മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേവൊക്കെ കറക്റ്റാണ്. ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ പിന്നെ അതിനൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ആ ഷേപ്പിൽ തന്നെ കഷ്ണങ്ങൾ കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടോ നോക്കുക. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഈ മത്തങ്ങ പെട്ടെന്ന് വേവുന്ന മത്തങ്ങയായിരുന്നു. പെട്ടെന്ന് വെന്ത് കിട്ടി. അപ്പോൾ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന മത്തങ്ങയ്ക്ക് വേവിനൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ ചിലതൊക്കെ വേവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇതൊരു 4 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചില മത്തങ്ങ വെന്ത് കിട്ടാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ അത്രയും കൂടുതൽ സമയം അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിങ്ങനെ വെന്ത് ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഒന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോഴാണ് അതിന് നല്ല രുചി കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു 7 8 മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുക. അവസാനം ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല ഇത്രയും ഗരം മസാല ചേർത്താൽ മതി കേട്ടോ. കാരണം ഇതിൽ അധികം ഗരം മസാല ചേർക്കാൻ പാടില്ല. വളരെ കുറച്ച് മാത്രം ചേർക്കുക. അങ്ങനെ ആകുമ്പോൾ ഇത് ചോറിനൊപ്പം നന്നായി അതുപോലെ കഴിക്കാം. അതുപോലെ തന്നെ ചപ്പാത്തിക്കൊപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു മസാലയുടെ ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കും ഇതിന്. അപ്പം നല്ല ഫ്ലേവറായിട്ടുള്ള ഗരം മസാല ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ല ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ നോൺ വെജൊക്കെ കഴിക്കുന്ന ആ ഒരു രുചിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മത്തങ്ങ ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമാവും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്തായാലും അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. താങ്ക്